കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഓ എന്താ കാര്യം ചോദിച്ച് മനസ്സിലാവണ ആരാ? അവന്റെ എന്താ കാര്യം അറിയാനുള്ളത്? എന്താ കാര്യം അറിയാനാ? അവന്റെ എന്താ കാര്യം അറിയാനാ? ഓട്ടോക്കാരൻ മുറിയുടെ എന്താ കാര്യം അറിയാനാ? ആരാ? എനിക്ക് പല കാര്യങ്ങളും അറിയാറുണ്ട്. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ മുരളിയെ വന്നുപോയ എല്ലാ കാര്യങ്ങളൊക്കെ ഓട്ടോക്കാരൻ മുറിയുടെ എന്താ കാര്യം അറിയാനാ? ഓട്ടോക്കാരൻ മുറിയുടെ കാര്യം അറിയില്ല. ജീവിക്കത്തില്ല. കടയിൽ പോയ അവനാ കൊണ്ടുവന്നേ, ആശുപത്രിയിൽ പോയ അവനാ കൊണ്ടുവന്നേ. പാല് വല്ലതും വാങ്ങി തരുന്നവനെ എല്ലാം വാങ്ങി തരുന്നവനായിരുന്നു. നീ വരുന്നതിനുണ്ട് അല്ല കാര്യമില്ല. ഓട്ടോക്കാരൻ മുറിയുടെ കാര്യം അറിയില്ല. ജീവിക്കത്തില്ല. ഓട്ടോക്കാരൻ മുറി ആരാ? അവന്റെ വീട്ടിൽ ഇരിക്കട്ടെ. ഓട്ടോക്കാരൻ മുറിയും കണ്ട ഓട്ടോക്കാരന്മാരെല്ലാം ഓട്ടോക്കാരന്മാരെ വല്ലതും പോകാനാണ് വിളിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഓട്ടോക്കാരന്മാരെ ഇവിടെ കയറ്റി പൊറപ്പിച്ചിട്ടില്ല. ഓരോ ഓട്ടോക്കാരനെ കയറ്റി പൊറപ്പിച്ചിട്ടില്ല. അതല്ല ഒരവനെ കയറ്റി പൊറപ്പിക്കുന്നില്ല. ഒരവനെ കയറ്റി പൊറപ്പിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഞാനും രാജമ്മയും ഓട്ടോക്കാരെയൊന്നും പൊറപ്പിച്ചാക്കുന്നവരല്ല. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൻഷൻ ഉണ്ടായിരുന്നു. ആരെയും പൊറപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലാത്തവരാ പൊറപ്പിക്കുന്നത്. ഇല്ലാത്തവരാ പൊറപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ദൈവം ആവശ്യത്തിന് തന്നിട്ടുണ്ട്. 2 ലക്ഷം പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പെൻഷനുണ്ട്. ഞങ്ങൾക്ക് 6 പേർക്കും ഉണ്ട്. അതുകൊണ്ട് വല്ലോടം കയറി നടക്കുന്നവള് രാജമ്മയുടെ കർമ്മ എല്ലാരും പറയുന്നുണ്ട്. കർമ്മ കിട്ടിയെന്ന് നോക്കാം. അവളെ ഒത്തിരി പേരെ അടിച്ചിറക്കാൻ നോക്കി. അതുകൊണ്ട് അവളിപ്പം കണ്ടെടുത്ത് കിടക്കുകയെന്ന് ആളുകൾ പറയുന്നുണ്ട്. ആളുകൾ പറയാൻ തുടങ്ങി ഇവളെ കുറിച്ച്. ആളുകൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഇവളെ പോലെ ഒരുത്തി ഇല്ലെന്നാ പറഞ്ഞത്. ഇവിടെ കയറ്റി വെച്ച് കുറെ ആൾക്കാർ പറഞ്ഞു ഇവളെ പോലെ ഒരുത്തി ഇല്ലായിരുന്നു. ഇവളെ പോലെ കള്ളിയില്ലായിരുന്നാ പലരും പറഞ്ഞത്. ഒത്തിരി പേര് പറഞ്ഞു ഇവളെ പോലെ കള്ളിയില്ലായിരുന്നു. സുബ്രഹ്മണ്യന്റെ അവിച്ച റേഷനരി തിന്നാലായിരുന്നു ഇവിടെ ജോലി. സുബ്രഹ്മണ്യന്റെ അവിച്ച റേഷനരി കാര്യമില്ല. 10-34,000 രൂപ പെൻഷനുണ്ട്. ഒരവന്റെ അവിച്ച തിന്നാൻ പോകുന്ന കാര്യം അവർക്കില്ല. ഒരു ഓട്സ് മാത്രം തിന്നു കിടക്കുമ്പം എന്തുവാ സുബ്രഹ്മണ്യന്റെ അവിച്ച റേഷനരി തിന്നുമായിരുന്നു ഇവിടെ ജോലി. സുബ്രഹ്മണ്യന്റെ അവിച്ച അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കാൻ അവകാശമുണ്ട്. ഇപ്പൊ 38,000 രൂപ പെൻഷനുണ്ട്. 4 നമുക്ക് പോകണ്ട. ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്നത്. വലവരൊന്നുമല്ല. ഹോസ്റ്റൽ 1 ഹോസ്റ്റൽ. കുറെ അറിയാവുന്നോട് കൂടപ്പുറത്തിലേക്ക് ചീത്ത പറയാന്. നിനക്ക് കൂടപ്പുറപ്പിനെ ചതിക്കാനും കൂടപ്പുറപ്പിന്റെ മോളെ ചതിക്കാനും നടക്കുന്നവളെ ഇത് പറയാനറിയാം. ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വീട് ഇടിച്ചു പറിച്ചത്. ഇവിടെ ആരും എന്റെ വീട് ഇടിച്ചു പറിക്കാൻ പറയാൻ പോലീസിനെ വിളിച്ചോണ്ട് അവള് വന്നതാ വീട് അടിച്ചു പറിക്കാനോട്. അവള് വീട് വരെ അടിച്ചു പറിച്ച സേവിച്ച് അവൾ എന്റെ വീട് വരെ അടിച്ചു പറിച്ച് പോലീസുകാരെ കൊണ്ട് വന്നു. അത്ര സേവിച്ചും കേടി അവള്. നാട്ടുകാർക്ക് പറയുന്നുണ്ട് ഇതുപോലെ കേടി. നാട്ടുകാര് പറയത്തില്ലടി കേറിയെന്ന്. നാട്ടുകാർ ഒറ്റ മനുഷ്യനെ അവളെ കേറിയെന്ന് പറയത്തില്ല. ഒരൊറ്റ മനുഷ്യൻ പോലും അവളെ കേറിയെന്ന് പറയത്തില്ല. നീ അല്ലാതെ നാട്ടുകാരും പറയത്തില്ല അവള് കയറി. ഏതെങ്കിലും ഞാൻ ചോദിക്കാൻ മതി നിന്നോട് പറഞ്ഞു ആരാണ് കേറിയെന്ന്. അവള് വിദേശിന്ന് പോയ വിദേശിയെ മജിസ്ട്രേറ്റ് വല്ലതും പരാതി അയച്ച് അവിടെ അങ്ങനെ അവനിവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. വിദേശിയോട് ഓടിച്ച് വിദേശിയുടെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. കണ്ടവരുടെ വീട് വരെ വിളിച്ചു പൊളിച്ച് കയറാനായി. വിദേശിയ പോലീസുകാരാൻ കൊണ്ട് കണ്ടവരുടെ വീട് ഇടിച്ചു പൊളിച്ച് കയറാനായി. അവരപ്പുറത്ത് വേണ്ടി അത്ര ഉണ്ടായിട്ടല്ലേ പറയുന്നത്. കണ്ടവരുടെ വീട് ഇടിച്ചു പൊളിച്ച് പോലീസുകാരോട് കയറുക വാറണ്ടില്ലാതെ. ചെന്നീർക്കടയിൽ ഒരു റൗഡി വന്ന് പോലീസിനെ കൊണ്ട് വന്ന് ഇടിച്ചു കയറി വന്നേ സോമരാജൻ സോമരാജിന് പറ്റാൻ കമ്പി കൊടുക്കുന്നു. എന്റെ വീടടിച്ചു പൊളിക്കാൻ ഇതൊക്കെ ആരാ കമ്പി കൊടുക്കാന്? വീടടിച്ചു പൊളിച്ച് കയറി എന്റെ ക്യാമറ ഹാക്ക് ചെയ്തോണ്ട് പോയി. കണ്ണികൾ കള്ളന്മാരും എന്റെ ക്യാമറ 5 അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് വീഡിയോ എടുത്തോണ്ട് പോയി. കണ്ണികൾ കള്ളക്കടകളെല്ലാം ചെയ്ത് കള്ളക്കടകളെല്ലാം ഉണ്ടാക്കിയിട്ട് കള്ളക്കടകളുമായിട്ട് രാജമ്മയെന്ന് പറയുന്ന 3 സേവിടിച്ച് കണ്ടി കണ്ടവരുടെ വീട് വരെ അടിച്ചു പൊളിക്കാൻ വന്നിരിക്കല്ലോ. ചെന്നീർക്കരെ ഒഴുകി ചെറ്റിയോട് ഒരു കൊലേനെയും കൊണ്ട് ഈ വന്ന ഒരു കുഞ്ഞുമോ കൊലേനെയും കൊണ്ട് അവിടെ നടത്ത ഒരു കൊലേനെയും കൊണ്ട് അവിടെ അങ്ങനെ നടന്ന കൊലേമാരെല്ലാം കൊണ്ട് അവിടെ ജോലിക്കാരനെ കൊണ്ടാവുന്നു. അവരെ കൊണ്ടല്ല. അവിടെ ജോലിക്കാരല്ല. അത് നല്ലൊരുമല്ല. അവിടെ മുറ്റത്ത് താമസിക്കുന്നതല്ല കുഞ്ഞുമോൻ. അവിടെ കൊലേനെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവിടെ ജോലിക്കാരല്ല. അങ്ങനെ ജോലിക്കാരെ കൊണ്ട് ആരോഗ്യം വരും. ഒരു വീടുണ്ടാക്കിയത് ഇത്രയും 1.5 ലക്ഷം രൂപ ചെലവാക്കിയ ഞാൻ ഈ പക്ഷിയെ ഇതെല്ലാം തറപ്പിച്ച് ശരിയാക്കി വെച്ചേക്കുന്നത്. കാശ് ചെലവാക്കാറില്ല. അത് വന്നപ്പം വീട് ചോരാതെ കിടക്കുന്നു.
നേരത്തെ ജനിച്ചു കഴിയുന്നേ നാട്ടുകാരെയെല്ലാം പറയിപ്പിക്കാൻ ഇവിടെ സാമ്പത്തികം കണ്ടില്ലയോ അയ്യോ റോഡിലോട്ട് എന്തോ ഒരു വർത്തമാനം ഇവിടെ കേൾക്കാം ഇങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നത് ഇങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നത് അന്തമാക്കെല്ലാം തുറന്ന് സത്യങ്ങൾ അത് കേൾക്കണമായിരിക്കും എന്തുവാ എല്ലാം കൂടെ എടുത്ത് അവർക്ക് കൊടുക്കണമായിരിക്കും വീടായി പഠിക്കുമ്പോൾ തികയാത്തവർ എല്ലാം കൂടെ വേണോ തികയാത്തവരും ഭർത്താവിനെല്ലാം കൊന്നേച്ച് തികയാതെ നടക്കുക ഇങ്ങനെ ഭർത്താവിനെല്ലാം കൊന്നെടുത്ത് തികയാതെ നടക്കുക ഒന്ന് വെട്ടിത്തൂക്കി കോടികൾ ഇതുപോലെ അവൻ സുബ്രഹ്മണ്യം 3 കോടി വാങ്ങിച്ചപ്പോൾ 3 കോടിയൊക്കെ വാങ്ങിച്ച് നടക്കുക ഇവിടെ ഇതുപോലെ 3 കോടി വാങ്ങിച്ച് നടക്കുക അതുപോലെ എന്നെയും റെഡിയാക്കിയിട്ട് അവർക്ക് 3 കോടി ഇൻഷുറൻസ് വാങ്ങിക്കണം ഇവരിങ്ങനെ നടക്കുക 3 കോടി എന്നെ മകളെത്തിയിട്ട് വാങ്ങിക്കാൻ നടക്കുക 3 കോടി വാങ്ങിച്ചിട്ട് അതിന് മൂക്കിനകത്തോട്ട് പുകയടി ലേസറടി മുഖത്തോട്ട് ലേസറടിച്ച് മുടിയെല്ലാം ഒഴിക്കുക മുഖത്തോട്ട് ലേസറടി കുഴികമടിച്ച് എന്തെല്ലാം രോഗങ്ങളാ വെള്ളത്തിനകത്ത് കിടക്കല് ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ് 3 കോടി കിട്ടുന്നതല്ലോ ഇതൊന്ന് നടക്കുകയാണ് ഇവിടെ നടക്കുക 3 കോടി എന്നെ വെച്ച് ഉണ്ടാക്കാൻ സുബ്രഹ്മണ്യം 3 കോടി ഉണ്ടാക്കിയതുപോലെ എന്നെ വെച്ച് 3 കോടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക മയക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ 3 കോടി ഉണ്ടാക്കാൻ നടക്കുക അതുപോലെ 3 കോടി മയക്കി എന്നെ കുറെ പ്രാവശ്യം മയക്കി ഇട്ട് കുറെ വാങ്ങിച്ച് കുറെ ആൾമാര് പോലെ മയക്കി എല്ലാം ഇട്ട് വാങ്ങിച്ച് നടക്കുക മയക്കിയിട്ട് ആണോ നീ എന്റെ ജോസായി പോയിരുന്നു എന്നെ മയക്കാൻ വന്നത് നിന്റെ മോളും നീ കൂടെ കൂടാതെ നടത്തിയതല്ലേ ബിജുപിയും കൂടെ നീയും നിന്റെ ബിജുപിയും നിന്റെ മോളും കൂടെ കൂടാതെ നടത്തിയല്ലേ എന്നെ അവിടെ കൊണ്ടിട്ടത് കാശ് വാങ്ങിച്ചത് നിന്റെ മറ്റേ മോള് അവിടെ കല്ലി ഭർത്താവിനെ കെട്ടിത്തൂക്കി കൊന്ന് 3 കോടി വാങ്ങിച്ചു നടക്കുന്നത് നിന്റെ വേറെ മോള് അവിടെ നീയും ബിജുപിയും കൂടെ കൂടാതെ ചെയ്തല്ലേ എന്നെ അവിടെ കൊണ്ടിട്ട് വാങ്ങിച്ചത് കാശ് വാങ്ങിച്ചത് ചേട്ടന്റെ കൂടെ അയ്യോ നാട്ടുകാർ പറയുന്ന പന്തളത്തുകാരി ചേട്ടന്റെ കൂടെ അയ്യോ നാട്ടുകാർ പറയുന്ന പന്തളത്തുകാരിയൊക്കെ പന്തളത്തുകാരന്മാർക്ക് എന്നെയാണ് വകവെച്ചിട്ട് ബിജുപിയുടെ കൂടെ ഒന്ന് പ്രതിഷ്ഠിക്കാമെന്നായിരുന്നു വിചാരിച്ചത് ബിജുപിയുടെ കൂടെ ഒന്ന് പ്രതിഷ്ഠിക്കാമെന്ന് ഇവിടെ അങ്ങനെ വിചാരിച്ചു എന്നെ കൊന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ സ്വത്തുമെല്ലാം എടുത്ത് രാജകീയമായിട്ടൊന്ന് വാഴാം ബിജുപി വിചാരിച്ചു നടന്നില്ലേ സുബ്രഹ്മണ്യം ജീവിക്കുന്ന പോലെ കട്ടുമോട്ടിട്ട് കണ്ടവനെല്ലാം ഒന്ന് 3 അടിച്ചുകൊണ്ടിട്ട് 3 കോടി വാങ്ങിച്ചപ്പോൾ ഇപ്പൊ 3 കോടി മുരളിയെ ഇതുപോലെ ഒരുത്തനെ പാമ്പിട്ടവനെയൊക്കെ വെച്ചാക്കി കൊന്നു കെട്ടി തൂക്കിയിട്ട് 3 കോടി എടുത്ത് രാജകീയമായി ജീവിക്കുക അവന്റെ എല്ലാം നീ പോയി കളി അങ്ങനെ വേണ്ട നീ പോയി കളി കഴിവുള്ള മോളെ 3 കോടി അവൾ വേണ്ട നീ പോയി കളി അതെനിക്ക് ഇന്നോട് പറയാനുള്ളൂ അവൾ 3 കോടി വേണ്ട നീ പോയി കളി നീ കുശിപ്പാണെങ്കിൽ അവൾ താമസിച്ച് അവൾ ബന്ധസാരം ജീവിക്കുന്ന കുശിപ്പായില്ലയോ അവൾ ആരുടെയും സഹായമില്ലാതെ അനുകൂലമുണ്ടാക്കി അവർക്ക് ജോലിയുണ്ട് അവൾ ആരുടെയും സഹായം അവർക്ക് വേണ്ട ജീവിക്കാൻ നിന്റെ സഹായം എന്റെ വേണ്ട ഉണ്ടാക്കാനും ഇങ്ങനെ ഭർത്താവിനെല്ലാം ഓരോരുത്തരെ എടുത്തേച്ച് 10 വർഷത്തിന് മുന്നേ 10-39 വയസ്സുള്ള ഒരുത്തനെ റെഡിയാക്കി കെട്ടി തൂക്കിയായിട്ട് 3 കോടി കിട്ടിയാൽ വീടുണ്ടാക്കാനും സ്ഥലം വാങ്ങിക്കാനും പാടാണോ അയ്യോ എന്താ പാടാ അയ്യോ എന്തോ പാടാ അയ്യോ നിന്റെ അതേ മോളോട്ടാണോ എന്റെ സ്വഭാവം അവളെ കെട്ടനേരത്ത് ജനിച്ചവരും കണ്ടവരെല്ലാം കൊന്നു തിന്നവര് കണ്ടവരെല്ലാം കൊന്നു തിന്ന് നടക്കില്ലയോ കൊന്നു വിട്ടു കുട്ടച്ചാറിനെ കൂട്ടി കണ്ണേപ്പുമെല്ലാം ഇട്ട് എന്റെ സ്വത്തെല്ലാം പിടിച്ചു വയ്ക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കുട്ടച്ചാറ് ഇങ്ങനെ കണ്ണേപ്പുമെല്ലാം ഇട്ട് നടക്കുകയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആൾമാറാട്ടവും കണ്ണേപ്പുമെല്ലാം ഇട്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഇവിടെ ആൾമാറാട്ടവും കണ്ണേപ്പും 3 കോടി കിട്ടി നിനക്കെത്ര കോടി കിട്ടുന്നു നിന്റെ മോളെ പോലെ സാമർത്ഥ്യമില്ലയോ മോളെപ്പോലൊന്നും കണ്ടവരെ കൊന്ന് 3 കോടി വാങ്ങിക്കാനുള്ള സാമർത്ഥ്യമില്ല നിന്റെ മോൾ ആ നേരത്തെ ജനിച്ചതുകൊണ്ടാണ് അവരെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അയ്യോ സാമ്പത്തിക ബാധ്യത കാരണം കെട്ടിത്തൂക്കിയത് മരിച്ചിട്ട് കാശുണ്ടാക്കിയത് അവരങ്ങനെ കാശുണ്ടാക്കിയത് അപ്പൊ നീ എന്തായാലും നിന്നെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നോ ഇവിടെ നിന്റെ ഭർത്താവിനെ ഒഴിയാതെ അവരെ കൊന്ന് കെട്ടിത്തൂക്കി സാമ്പത്തിക ബാധ്യത കാശുണ്ടാക്കിയതായിരുന്നു ഉദാഹരണത്തിന് നിലവിൽ മുന്നിൽ ജനിച്ചവരെ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ കെട്ട നേരത്ത് ജനിച്ചവന്മാരെ അതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് നിന്റെ മോൾ അങ്ങനത്തെ ക്രിമിനൽ അതുകൊണ്ടാണ് ചെയ്യുന്നത്